ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ MBBS BDS പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം CE പുറപ്പെടുവിച്ചിട്ടുണ്ട് കേട്ടോ. അത് NRI അഡ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. NRI താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ 2020-21 അധ്യയന വർഷം സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളിൽ ലഭ്യമായ 15% NRI കോട്ട സീറ്റുകളിലെ പ്രവേശനത്തിന് യോഗ്യരായ വിദ്യാർത്ഥികളുടെ താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളിൽ 15% NRI സീറ്റുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി ലിസ്റ്റാണ്. ഇപ്പോൾ ടെമ്പററി കാറ്റഗറി ലിസ്റ്റാണ് കേട്ടോ, പ്രൊവിഷണൽ. 22/10/2020 അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 3/1/2020 പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരമുള്ള രേഖകൾ നിശ്ചിത സമയത്തിനകം സമർപ്പിച്ചവരെ പരിഗണിച്ചിട്ടാണ് ഈ താൽക്കാലിക കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നത്, സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളിലെ NRI കോട്ട സീറ്റുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് താൽപ്പര്യമുള്ള കോളേജുകളിലെ NRI കോട്ട ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം. NRI കോട്ട ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അവർ NRI പ്രൊവിഷണൽ കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും NRI കോട്ടയിലെ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ പരിഗണിക്കുകയുള്ളൂ NRI കോട്ടയ്ക്ക് വേണ്ടിയിട്ട്. കൂടാതെ കേരളീയനോ കേരളീയതരൻ 1ാം വിഭാഗം എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ മാത്രമേ 2ാം കേരളീയതരൻ വിഭാഗത്തെ NRI കോട്ടയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ ഫീസ് സ്ട്രക്ചർ MBBSൻ്റെ BDSൻ്റെ എല്ലാം അതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഇതാണ് ഇട്ടിരിക്കുന്നത്, CD സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആളുടെ പേരും മെഡിക്കൽ റാങ്കും പിന്നെ NRI സ്റ്റാറ്റസ് എങ്ങനെയാണ്, അലൗഡാണോ അലൗഡ് പ്രൊവിഷണലാണോ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ ലോങ് ലിസ്റ്റാണ്. ഇതാണ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ, നിങ്ങളുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യും കേട്ടോ. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.